ഉളുപ്പില്ലല്ലോ അവർക്ക്. ഉളുപ്പുണ്ടെങ്കിൽ അവരൊരു മനുഷ്യന്റെ അടുത്ത് പോയിട്ട് വോട്ട് ചോദിക്കില്ലല്ലോ. ടി.എൻ. പ്രതാപൻ ഇവിടുന്ന് മാറിപ്പോയത് എന്താ? വോട്ട് ചോദിച്ചു വന്നാൽ പെണ്ണുങ്ങൾ അടിക്കുമെന്ന് നേരത്തെ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. എല്ലാ പെണ്ണുങ്ങളും പറഞ്ഞു വോട്ട് ചോദിച്ചു വന്നാൽ അടി കിട്ടുമെന്ന്. അതുകൊണ്ട് പ്രതാപൻ മാറി. കഴിഞ്ഞ ഒരു 5 വർഷത്തെ അരയ സമുദായത്തിൽ നിന്ന് ഇവിടെ ജയിച്ചു പോന്ന MP ആയിട്ടുള്ള ടി.എൻ. പ്രതാപന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഞങ്ങള് പൊടി പോലും കണ്ടിട്ടില്ലേ പുള്ളിക്കാരനെ? പൊടി പോലും കാണണ്ടേ? അന്ന് വോട്ട് ചോദിച്ചു ഇവിടുന്ന് ജയിച്ചു പോയി. അതല്ലെങ്കിൽ ഫസ്റ്റത്തെ ആളുടെ ഒരു കന്നി ജയമെന്ന് പറയണത് തന്നെ നമ്മളുടെ ധീവര സമുദായത്തിന്റെ വോട്ട് വാങ്ങിച്ചിട്ട്, ആ ഒരു ധീവര സമുദായത്തിന്റെ ഒരാൾ എന്ന നിലക്കാണ് ആളിവിടെ ജയിച്ച് MLA ഒക്കെ ആയി പോയിട്ടുള്ളത്. പക്ഷെ ആളിതുവരെ നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. രണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയുള്ള ആൾക്കാരാ സഹാക്കന്മാർ. അദ്ദേഹം ഭരണഘടനയെ തള്ളി പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം രാജ്യദ്രോഹി തന്നെ ഞാൻ പറയുള്ളൂ. അദ്ദേഹത്തിന്റെ ഭരണഘടനയിലല്ല വിശ്വാസം, ശരീരത്തിലാണ് വിശ്വാസം എന്ന് പറഞ്ഞ ഒരു രാജ്യദ്രോഹിയാണ് പ്രതാപൻ. അയാളെ പറ്റി പറയുമ്പോൾ ചിലപ്പോൾ രക്തം തിളച്ചെന്ന് വരും. കാരണം നമുക്ക് എല്ലാവർക്കും